കൊല്ലം മലയമൺ കരുകോണിൽ തെരുവ് നായ ശല്യം രൂക്ഷമാവുന്നതിന്റെ റിപ്പോർട്ടുകളാണ്. ഇന്നലെ 11 പേർക്കാണ് ഇവിടെ പരിക്കേറ്റത്. ഇതിൽ ഒരു കുട്ടിയുമുണ്ട്. പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. വിനീഷ് കൊട്ടാരക്കര ഒരിക്കൽ കൂടി. വിനീഷ്, വലിയ ആശങ്കയാണ് ഇപ്പോൾ തെരുവ് നായകളുടെ പെരുകുന്നതും അല്ലെങ്കിൽ അവരുടെ കടിയേൽക്കുന്നതുമൊക്കെ. റാബീസ് വാക്സിൻ എടുക്കുമ്പോൾ പോലും, ആന്റി റാബീസ് വാക്സിൻ എടുക്കുമ്പോൾ പോലും മരണം സംഭവിക്കുന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ആളുകൾക്കും പേടി കൂടുതലായിരിക്കും. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? തീർച്ചയായും ശ്രീജ, നമുക്കിപ്പോൾ ഈ വാക്സിനുകൾ ലഭ്യമാണ്, എല്ലാ ആശുപത്രികളിലും ലഭ്യമാണെങ്കിൽ പോലും ഈ തെരുവുനായയുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. നമുക്കറിയാം, കുന്നിക്കോട് 7 വയസ്സുകാരിയായ നിയ ഫൈസലിന്റെ ഒരു വേർപാട് വലിയ ദുഃഖമായിരുന്നു. നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയ ഒരു സാഹചര്യമായിരുന്നു. വലിയ ജാഗ്രതാ നിർദ്ദേശവുമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ പൂയപ്പള്ളി മൈലോട് പ്രദേശങ്ങളിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നിന്ന് ഒരു വയോധികയും അതുപോലെ കാൽനട യാത്രക്കാരനെയെല്ലാം പട്ടി കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തുടർന്ന് തൊട്ടടുത്ത ദിവസവും അതുപോലെയുള്ള സംഭവം ഉണ്ടാകുന്നു. 9 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള 11 പേർക്ക് തെരുവുനായയുടെ ശല്യം ഏൽക്കുന്നു. അങ്ങനെ അവർ കോട്ടാരി താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലുമായിട്ടെല്ലാം ചികിത്സ തേടുന്ന വലിയ ഒരു സംഭവത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തലയിൽ വീട്ടുമുറ്റത്ത് നിന്ന് 7 ദിവസം പ്രായമുള്ള കുട്ടിയടക്കം ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്ന കുട്ടിയെ കയ്യിൽ വെച്ച് ഇരുന്ന സമയത്താണ് തെരുവുനായ ആക്രമിക്കാൻ എത്തിയെന്നൊക്കെയാണ് അറിയുന്നത്. അങ്ങനെ ഇവർ ഭയന്നുകൂടുന്നപ്പോൾ വീഴുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർക്ക് പരിക്കേറ്റു, കുട്ടിക്കും പരിക്കേറ്റു. അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്ക് അവസാനമായി പുറത്തു വന്ന വിവരം കൊല്ലം മലയമണിലാണ്. മലയമണിൽ തെരുവുനായ ശല്യം ഉണ്ടാകുന്നു. നടു റോഡിൽ തെരുവുനായ്ക്കൾ ആൾക്കാരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അതുപോലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ എന്തായാലും വലിയ രീതിയിലുള്ള ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഭീതിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ശ്രീജ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.